ഹായ് നമസ്കാരം. RCB vs CSK എന്തൊരു മാച്ചായിരുന്നു. ലാസ്റ്റ് ഓവറിൽ വന്നിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു മാച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് വളരെ മുൾമുനയിൽ നിർത്തിയ ഒരു മാച്ച്. ഇത് RCB ഫാൻസ് ആയാലും ശരി, CSK ഫാൻസ് ആയാലും ശരി, ഒരു ട്രീറ്റ് തന്നെയായിരുന്നു ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത്. അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ മാച്ചുകളൊക്കെ ഈ സീസണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആണ്, നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഒരു സുഖമില്ലാത്ത പക്ഷേ RCB ആൻഡ് CSK ഒരുമിച്ച് വരുമ്പോൾ എപ്പോഴും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച്. നമ്മൾ കാണികളെ സംബന്ധിച്ച് അതാണ് എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, വിൻ ആൻഡ് ലോസ്. ഇന്ന് CSKയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ CSKയുടെ കാര്യം പറയാം. അവർ ഈ ഒരു സീസണിൽ ഇത്രയും നാൾ കളിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്രിക്കറ്റ് കളിച്ചത് ഇന്നാണ്. നന്നായിട്ട് അവർ കളിച്ചു. ബോൾ ചെയ്തപ്പോഴായാലും RCBക്ക് കിട്ടിയ ഒരു സ്റ്റാർട്ടിൽ നിന്ന് അവർ RCB പിടിച്ചു നിർത്തി, ഒരു നല്ല രീതിയിൽ പിടിച്ചു നിർത്തി, ഒരു 18th ഓവർ വരെ പിടിച്ചു നിർത്തി. പിന്നെ ഷെപ്പേർഡ് ഒരു അഴിഞ്ഞാട്ടം നടത്തിയാണ് RCBക്ക് ഒരു നല്ല സ്കോറിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ ബാറ്റ് ചെയ്തപ്പോഴും ജഡേജ എന്ന് കാണിച്ച ഒരു ഇൻറ്റൻറ്റ്, അതുപോലെ തന്നെ ആയുഷ് മാത്രമേ, ആ ഒരു പയ്യൻ അടിച്ചാടി, ആ ഒരു ഉത്തരവാദിത്തം, ആ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇന്ന് ചെന്നൈ ക്രിക്കറ്റ് കളിച്ചു. തോറ്റു, പക്ഷേ ആക്ച്വലി ചെന്നൈ ഏറ്റവും നന്നായിട്ട് കളിച്ചത് ഇന്നത്തെ മാച്ചിലാണ്. ഇനി RCBയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെപ്പേർഡിൻ്റെ പൊന്നെ, ഇത് RCBയുടെ കയ്യിലേ ഇല്ലാത്തൊരു മാച്ചാണ്. ശരിക്കും പറഞ്ഞാൽ RCB കൈവിട്ട് കളഞ്ഞൊരു മാച്ചാണ്. കാരണം അത്രയും നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ട് ഒരു മിഡിൽ ഓവേഴ്സ് ആയപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് കൊണ്ട് കളഞ്ഞൊരു മാച്ചിനെ അങ്ങനെ ഗ്രാബ് ചെയ്ത് RCBയുടെ കൈ കൊണ്ട് കൊടുത്തത് ആ റൊമാരി ഷെപ്പേർഡിൻ്റെ ആ ഒരു ഇന്നിങ്സാണ്. എന്തോ ഒരു ഇന്നിങ്സാണ് ആ ലാസ്റ്റ് 2 ഓവർ, ഒരു അവിശ്വസനീയമായിട്ടുള്ള രീതി, ഒരു രക്ഷയില്ല. എന്നടി അടിച്ചത് ആ 2 ഓവർ. കലീലിനെ അടിച്ചത്, ലാസ്റ്റ് പത്രാന അത്ര അടിപൊളിയായിട്ട് എറിഞ്ഞുകൊണ്ടിരുന്ന പത്രാനെ പിടിച്ച് അടിച്ചതൊക്കെ ഒരു രക്ഷയില്ല. ഈ 2 പേര്, ടിം ഡേവിഡ് ആൻഡ് ഷെപ്പേർഡ്, RCBക്ക് ഭയങ്കര അസറ്റാണ്. ഇവർ 2 പേര് ആ ഒരു ഡെത്ത് ഓവേഴ്സിൽ, അതായത് ഫിനിഷേഴ്സായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. റണ്ണ് വരുന്ന ഇത്ര റണ്ണ് ആ ലാസ്റ്റ് 2 ഓവറിൽ അടിച്ച് കയറ്റുമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഇന്നിങ്സ്. അവിടെ നിന്നാണ് RCB സത്യം പറഞ്ഞാൽ കളി പിടിച്ചത്. ഇനി തിരിച്ച് ചെന്നൈയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെന്നൈ ബാറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് ആ ജഡേജയും ആയുഷ് മാത്രമേ നമ്മളുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബ്യൂട്ടിഫുള്ളായിട്ട് അവർ കൊണ്ടുവന്നത്. 15 ഓവർ ആയപ്പോഴും പൂർണ്ണമായിട്ട് ചെന്നൈയുടെ കയ്യിലാണ്. സത്യം പറഞ്ഞാൽ ചെന്നൈയുടെ കയ്യിലാണ് കളി ആ സമയത്ത്. അവിടുന്ന് RCB കളി പിടിക്കാനുണ്ട്. അതിനകത്ത് RCB കളി പിടിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ചെന്നൈ കളി മറന്നു എന്ന് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം ആ ഒരു 2 വിക്കറ്റ്, എങ്കിഡിയുടെ ഓവറിൽ വന്ന ആ 2 വിക്കറ്റ്, അതിനുശേഷം 18th ഓവർ സുയേഷ് ശർമ്മ വന്നിട്ട് എറിഞ്ഞൊരു ഓവർ, എക്സ്ട്രാ ഓർഡിനറി ഓവറായിരുന്നു അത്. അതിനകത്ത് ക്രെഡിറ്റ് സുയേഷ് ശർമ്മയ്ക്ക് കൊടുക്കുന്ന പോലെ തന്നെ സത്യം പറഞ്ഞാൽ ചെന്നൈയുടെ ബാറ്റ്സ്മാൻ ധോണി ആൻഡ് ജഡേജയ്ക്ക് സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഓളമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ 18th ഓവറിൽ അവർ അറ്റാക്ക് ചെയ്തില്ല, ഡീപ്പായിട്ട് വീണ്ടും ലാസ്റ്റ് ഡീപ്പിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മണ്ടത്തരം വേറെ ഇല്ല. ധോണി ഫസ്റ്റ് ബോൾ സിംഗിൾ എടുത്ത് ജഡേജയ്ക്ക് കൊടുത്തു സുയേഷ് ശർമ്മയുടെ ഓവറിൽ. അപ്പോൾ അവിടുന്ന് അടി വരേണ്ടതാണ്, അവിടുന്ന് ആ ഓവറിൽ ബൗണ്ടറി വരേണ്ടതാണ്. അവിടുന്ന് ഒരു 10 റണ്ണെങ്കിൽ ആ ഓവറിൽ വന്നിരുന്നെങ്കിൽ CSK പുട്ടുപോലെ കളി ജയിച്ചേനെ. അവിടെ കളി CSK കളഞ്ഞു. അവിടെ ഡീപ്പായിട്ട് എടുത്തുകൊണ്ട് പോകാൻ നോക്കിയിട്ടാണ്, കയ്യിലിരുന്ന സാധനം കൊണ്ട് കളഞ്ഞാണ്. അതിനകത്ത് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിലിരുന്നത് കൊണ്ട് കളഞ്ഞതാണ്. എന്നാലും നമുക്ക് RCBയുടെ ബാറ്റിങ്ങിലേക്ക് പോകാം. കോഹ്ലി ആൻഡ് ബെത്തലിൻ്റെ ബാറ്റിംഗ് സൂപ്പറായിരുന്നു. ആ 2 പേരും ഒന്നും പറയാനില്ല. നല്ല സ്ട്രൈക്ക് റേറ്റിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെത്തൽ 55, അതായത് 167 സ്ട്രൈക്ക് റേറ്റിലാണ് ബെത്തൽ ബാറ്റ് ചെയ്തത്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിന്ന് അതിലും സൂപ്പറായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റിൽ 62, 33 ബോളിൽ 188 സ്ട്രൈക്ക് റേറ്റ്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ 2 പേരും ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഒരു നല്ല സ്റ്റേജിലേക്കാണ് RCB അവിടെ നിന്ന് കൊണ്ടെത്തിച്ചത്. പിന്നെ നമ്മൾ കണ്ടത് RCBയുടെ മിഡിൽ ഓർഡറിൻ്റെ ഇത്രയും നാൾ കാണാത്ത ഒരു വൃത്തികെട്ടൊരു മുഖമാണ്. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. പടിക്കലായാലും പട്ടീദറായാലും ജിതേഷ് ശർമ്മ ആയാലും അവിടെ കളഞ്ഞൊരു കളിയുണ്ടല്ലോ, അതൊരു വല്ലാത്ത കളയലായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് കളി പോയതാണ് RCBയുടെ. എന്തോ ഭാഗ്യം കൊണ്ടാണ് അവിടുന്ന് ഈ ഷെപ്പേർഡ് വന്നിട്ട് ആ അടി അവിടെ പൊട്ടിച്ചത്. ആ അടി പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ RCB അവിടെ തന്നെ കളി തോറ്റി. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇത്രയും മൊമെൻറ്റം ഓപ്പണേഴ്സ് കിട്ടിയിട്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ച് വന്നിട്ട് അത് കൊണ്ട് കളയാന്ന് പറഞ്ഞാൽ മിഡിൽ ഓർഡർ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പ്രത്യേകിച്ചും ടിം ഡേവിഡ്, റൊമാരി ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും കടിയന്മാരായിട്ടുള്ള 2 ഫിനിഷേഴ്സ് ഉള്ളപ്പം എന്തിനാണ് ഇവർ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് പടിക്കലും പട്ടിത്തറൊക്കെ ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? കൈ നൂത്ത് അടിക്കാൻ പറ്റില്ല, ഇത്രയും താഴെ കിടക്കുമല്ലേ ബാറ്റ്സ്മാൻമാർ. എന്തിനാണ് 15 ഓവറൊക്കെ വെയിറ്റ് ചെയ്യുന്നത്? അവിടുന്ന് ഒരു 13, 14 ആ ഓവറിൽ തന്നെ, അല്ലെങ്കിൽ 12 ഓവർ തന്നെ എപ്പോഴാണോ ആ ഒരു ഫസ്റ്റ് 2 വിക്കറ്റ് പോയി അവിടുന്ന് കണ്ടിന്യൂസ് അടിച്ചുകൊണ്ട് തന്നെ വരേണ്ടതാണ്. അവിടെ ഒരു കാരണവശാലും റൺ റേറ്റ് കുറയാനേ പാടില്ലായിരുന്നു. അതിനകത്ത് ചെന്നൈയുടെ ബോളിങ്ങിൽ പറയുകയാണെങ്കിൽ പത്രാനെ ഇന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു. ലാസ്റ്റ് ഓവറിൽ മാത്രമേ അടി കൊണ്ടുള്ളൂ. 3 വിക്കറ്റ് ഇട്ടു, ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് ഇട്ടു, സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അതുപോലെ നൂർ അഹമ്മദും സൂപ്പറായിട്ട് ബോൾ ചെയ്തു. പക്ഷേ 19th ഓവർ ഖലീൽ അഹമ്മദിന് കൊടുത്തത് വലിയൊരു കടന്ന കൈയായിപ്പോയി. അൻഷുൽ കമ്പോജ് ബ്യൂട്ടിഫുള്ളായിട്ട് ഇറങ്ങി നിന്ന ഒരു ബോളറാണ്.
ഇപ്പോൾ ഖലീൽ അഹമ്മദിന് ആദ്യം തന്നെ അടി കിട്ടിയത് ആദ്യത്തെ 2 ഓവറിൽ അടി കിട്ടിയതായിരുന്നു. വേണമെങ്കിൽ അൻഷുൽ കമ്പോജിനെ കൊണ്ട് എറിയിപ്പിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു 10ാമത്തെ ഓവർ. കഴിഞ്ഞിട്ട് പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ പെർഫോമൻസിൽ അൻഷുൽ കമ്പോജ് ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. സോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെന്നൈക്ക് അവിടെ പറ്റി. ഇനി ചെന്നൈയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയുഷ് മാത്രമേ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. സൂപ്പർ ബാറ്റിംഗ്. ഈ ഒരു പ്രായത്തിൽ ഇത്രയും ഉത്തരവാദിത്തത്തോടെ ഇത്രയും എന്താ പറയുക നല്ലൊരു ഇൻറ്റൻറ്റോടെ ബാറ്റ് ചെയ്യുക, ടീമിനെ ഈ ഒരു നല്ല പൊസിഷനിലേക്ക് എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു 100% ക്വാളിറ്റി ഉള്ള ഒരു അസറ്റ് തന്നെയാണ് CSK സംബന്ധിച്ച് ആയുഷ് മാത്രമേ. മുന്നോട്ട് ഇനി എത്ര വർഷമാണെന്ന് അറിയില്ല, എത്ര വർഷമായാലും. കാരണം അടിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ ഉത്തരവാദിത്തം അതുപോലെ തന്നെ വെറുതെ സ്ലോഗിങ് അല്ല, നല്ല സൂപ്പർബായിട്ടാണ്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകിച്ചും ആ ഭുവനേശ്വർ കുമാറിനെ എനിക്കൊന്ന് 16ാമത്തെ ഓവറിലാന്ന് തോന്നുന്നു ലാസ്റ്റ് ബോൾ. ആ ഓവറിൽ റണ്ണ് വന്നില്ല. അപ്പോൾ ലാസ്റ്റ് ബോളിൽ ഓഫ് സ്റ്റമ്പിന് വെളിയിലേക്ക് കവറിന് മുകളിലൂടെ ഒരു 6 അടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. അവിടെ റണ്ണ് ടീമിന് വേണ്ടപ്പോൾ അത് അടിക്കാൻ കാണിക്കുന്ന ഒരു 17 വയസ്സുള്ള ഒരു പയ്യൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതാണ് 18ാമത്തെ ഓവറിൽ ധോണിയും ജഡേജയും കൂടെ കൊണ്ട് കളഞ്ഞത് ആ സുരേഷ് ശർമ്മയുടെ ഓവറിൽ. അവിടെ അതുപോലെ ഒരു ബൗണ്ടറി അവിടെ വരണമായിരുന്നു. ആ ഒരു ലാസ്റ്റ് ബോൾ ആ ബൗണ്ടറി അടിച്ചാലേ ആ ഒരു റൺ ചേസിൽ നിൽക്കത്തുള്ളൂ എന്ന് ആ പയ്യന് ഒരു ബോധമുണ്ടല്ലോ ആ ഒരു പ്രായത്തിൽ. അതുപോലെ തന്നെയാണ് ജഡേജയുടെ ഇന്നിങ്സും. നല്ല ഇൻറ്റൻ്റ് ആയിരുന്നു ഈ ഒരു സീസണിൽ. ഇതുവരെയും ജഡേജ ഭാഗത്തുനിന്ന് കാണാത്ത ഇൻറ്റൻ്റ് ആയിരുന്നു. ഇന്ന് കൈനൂത്ത് അടിക്കാനൊക്കെ ഉള്ള ഒരു ആവേശം. അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ചു ജഡേജ. ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചു. ആ ഒരു സത്യം പറഞ്ഞാൽ അവസാനം വന്നിട്ട് ആ സുരേഷ് ശർമ്മയുടെ ഓവറിൽ മാത്രമേ ഒരു ഇച്ചിരി ഇത് വിട്ടിട്ടുള്ളൂ. അത് എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഓവറിലാണ് ചെന്നൈയുടെ കളി പോയത്. അവിടെയാണ് ചെന്നൈ കളി കൊണ്ട് കളഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള വേറൊരു കാര്യമാണ് എങ്കിഡിയുടെ ആ ഒരു 2 വിക്കറ്റ്. ഒന്ന് ആയുഷ് മാത്രയുടെ വിക്കറ്റ്. അത് സത്യം പറഞ്ഞാൽ ആ ഒരു വിക്കറ്റിൻ്റെ വാല്യൂ വളരെ വലുതാണ്. ആ പയ്യൻ നിന്നിരുന്ന് ഉറപ്പായിട്ടും CSK അടിച്ച് ജയിപ്പിച്ചാണ്. രണ്ടാമത് ബ്രവീസിൻ്റെ വിക്കറ്റ് സത്യം പറഞ്ഞാൽ CSKയുടെ സത്യം മണ്ടത്തരമാണ് ജഡേജയുടെ. കാരണം അത് ബോൾ കൊണ്ടുവന്ന് തന്നെ അമ്പയർ ഔട്ട് വിളിച്ചു. പിന്നെ എന്തിനാണ് ജഡേജയും ബ്രവീസും ഓടാൻ പോയത്, സമയം കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ അപ്പോൾ തന്നെ അമ്പയർ ഔട്ട് വിളിച്ചു കഴിഞ്ഞാൽ അടുത്തത് DRS റിവ്യൂ കൊടുക്കുക എന്നുള്ളതല്ല അടുത്ത് ചെയ്യേണ്ടത്. ഇവരെന്തിനാണ് റൺ ഓടാൻ പോയതെന്ന് എനിക്ക് മനസ്സിലായി. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അവിടെ ഒരു ഗെയിം അവർനെസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈമിൽ വേണ്ട ഒരു കാര്യമാണ്. അത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ജഡേജയെ സംബന്ധിച്ച് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു, ഗെയിം അവയർനെസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് റിവ്യൂ കൊടുത്തന്നെ. അത് 100% അത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പുറത്തേക്ക് പോകുന്നൊരു ബോളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഉറപ്പായിട്ടും റിവ്യൂ അപ്പം തന്നെ ചെയ്യേണ്ടതായിരുന്നു. അത് CSKയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ മൊത്തത്തിൽ CSKയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CSK ഇന്ന് നന്നായിട്ട് തന്നെ കളിച്ചു. CSK ഫാൻസിനെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. RCB ആയിട്ട് തോറ്റെന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ എങ്കിലും അവരുടെ ടീം നന്നായിട്ട് കളിച്ചു. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് വന്നു. നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാച്ച് കളിച്ചു എന്നുള്ളത് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അവരെ സംബന്ധിച്ച് കൂടുതൽ അവരുടെ ടീമിൻ്റെ ഒരു ഫോർമേഷനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവർ ഔട്ടാണ്. എങ്കിൽ പോലും ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ബ്രൈറ്റാണ് കാര്യം. ഇത്രയും പുതിയ പയ്യന്മാരും ഇപ്പോൾ ഇന്ന് വൻഷ്വേദി അവർ കളിപ്പിക്കാനായിട്ടിരുന്നത് എന്തോ പരിക്ക് കാരണം എന്താണ് കളിപ്പിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഒരു ഫ്യൂച്ചർ ബ്രൈറ്റ് ആണെന്നുള്ളത് ഉറപ്പാണ്. നല്ല പുതിയ പയ്യന്മാർ, നല്ല ഇൻറ്റൻ്റ് ഉള്ള പയ്യന്മാർ ടീമിലേക്ക് വന്ന് അവർക്ക് അവസരം കിട്ടി അവർ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി RCBയിലേക്ക് വന്നു കഴിഞ്ഞാൽ RCB സംബന്ധിച്ച് ഈ മാച്ചിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി. ഈ വന്ന ഒരു ഫ്ലോ അവർ അത്രയും ഫോമിലുള്ള ഒരു ടീം കാണിക്കേണ്ട രീതിയിലാണ് പല കാര്യങ്ങളും കാണിച്ചത്. പ്രത്യേകിച്ചും ഫീൽഡിങ്ങിൽ ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തു, മിസ്ഫീൽഡ് ചെയ്തു. ഈവൻ വിരാട് കോഹ്ലിയുടെ കയ്യിൽ നിന്ന് തന്നെ ക്രൂഷ്യൽ ടൈമിൽ ഒരു മിസ് വേൾഡ് സംഭവിച്ചിട്ട് ഒരു 4 പോയി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കളി അവിടെ ആ ഒരു 4 പോയപ്പോൾ തന്നെ കളി കയ്യിൽ നിന്ന് പോകേണ്ടതാണ്. അതുപോലെ തന്നെ എങ്കിടി ഒരു ക്യാച്ച് വിട്ടത്, ജഡേജയുടെ സൂപ്പറായിട്ടുള്ളൊരു ക്യാച്ച്, കയ്യിൽ കിട്ടിയൊരു ക്യാച്ചാണ് വിട്ടത്. അതുപോലെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കൊണ്ട് കളയുന്നത് ഇത്രയും ഒരു മൊമെൻറ്റത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ടീമിനെ സംബന്ധിച്ച് ഒട്ടും നല്ല കാര്യമല്ല. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ വന്നിട്ട് നന്നായിട്ട് സ്കോർ ചെയ്ത് വന്ന് ടോപ്പ് ഓർഡർ വന്നിട്ട് മിഡിൽ ഓവേഴ്സിൽ കൊണ്ട് കളഞ്ഞൊരു രീതി, റൺ അതേ ഒരു മൊമെൻറ്റത്തിൽ അടിച്ച് പോകാതിരുന്ന രീതി, അതൊന്നും ഒട്ടും നല്ലൊരു കാര്യമല്ല. നല്ലൊരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും അവർ റെക്ടിഫൈ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പക്ഷേ ഒരു ഷെപ്പേർഡിൻ്റെയും ഡേവിഡിൻ്റെയൊക്കെ പെർഫോമൻസ് കൊണ്ട് അവർ ഏതെങ്കിലും ഒരാൾ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരാൾ അല്ലെങ്കിൽ വേറെ ആൾ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ക്രൂഷ്യലായിട്ടുള്ള ടൈമിലോ അല്ലെങ്കിൽ ക്രൂഷ്യൽ മാച്ചിൽ എപ്പോഴും ഇങ്ങനെ നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മിഡിൽ ഓവേഴ്സ് നല്ല സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് അടിച്ച് വലിയ സ്കോറിലേക്ക് എത്തിക്കുക എന്നുള്ളത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്തേ പറ്റൂ. പടിക്കലായാലും പട്ടിദറായാലും ചിതേഷ് ആയാലും. കാരണം ടീം ഡേവിഡിനെ പോലെ ഷെപ്പേർഡിനെ പോലെ ഖജ കടിയന്മാരായിട്ടുള്ള 2 പേര് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഓൾ ഇൻ അറ്റാക്ക് ചെയ്ത് നല്ല സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബോളിങ്ങിലേക്ക് വന്നപ്പോൾ ഹേസൽവുഡ് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ബോളിംഗ് ഒന്ന് കുറച്ചൊന്ന് ഒരു ആവറേജ് ആയിട്ട് വരുന്ന പോലെ തോന്നി. ഭുവനേശ്വർ കുമാർ ഫസ്റ്റ് നല്ല അടി വാങ്ങി.
പക്ഷെ പിന്നീട് വന്നിട്ട് ഫൈനൽ ഓവേഴ്സിൽ വന്നപ്പോഴത്തേക്ക് തിരിച്ച് നന്നായിട്ട് പിടിച്ചു. 1-2 അടിയൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിലും അവിടെ പിടിച്ച് നിർത്താനായിട്ട് പറ്റിയെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ ധോണി വന്നപ്പോഴത്തേക്ക് സുരേഷ് ശർമ്മയ്ക്ക് ബോളിംഗ് കൊടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം പട്ടീദറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ ഇങ്ങനെ ഡിസിഷൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ RCBയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇത്രയും നാൾ RCBക്ക് ഇല്ലാതിരുന്ന കാര്യവും അത് തന്നെയായിരുന്നു. അത് അവർ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് അത് തിരുത്തി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും RCBയെ സംബന്ധിച്ച് നല്ലൊരു ഇപ്പോൾ നമ്പർ 1 എത്തിക്കഴിഞ്ഞു RCB. അപ്പോൾ അത് അങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരു പ്ലേ ഓഫിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്പർ 1 പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫയേഴ്സ് കളിക്കാൻ പറ്റും. ക്വാളിഫയേഴ്സ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം നമുക്കറിയാം. സോ എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുന്നത് മുള്ളുമുനയെ നിർത്തിയ നല്ല രസമുള്ളൊരു മാച്ചായിരുന്നു. ഇനി അങ്ങോട്ടുള്ള മാച്ചുകളെല്ലാം ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും. കാരണം എല്ലാവരും ആ ഒരു റേസിലുണ്ട്. നാളത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ RR vs KKR മാച്ചിൽ KKRനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ്. KKRനെ ജയിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്കുള്ള റേസിൽ അവർക്ക് ലൈവായിട്ട് നിൽക്കാനായിട്ട് പറ്റും. അതിനുശേഷം LSG vs പഞ്ചാബാണ്. അതിനകത്ത് LSGയെ സംബന്ധിച്ചും പഞ്ചാബിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ്ലി LSGയെ സംബന്ധിച്ച് ജയിച്ചേ പറ്റൂ. ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലേ ഓഫിലേക്കുള്ള റേസിൽ അവർക്ക് എന്താ പറയുക ലൈവായിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ നാളത്തെ മാച്ചും എക്സൈറ്റിംഗ് ആണ്. ഇനി മുന്നോട്ടുള്ള എല്ലാ മാച്ചും എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് മറ്റ് കൂടുതൽ IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എതിരഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ.